അങ്ങനെയാണെങ്കിൽ ശ്രീകുമാർ എന്ന CPM കൗൺസിലർ വരാത്തതും അതുകൊണ്ടാണോ? മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു സ്വതന്ത്രനായിട്ട് ജയിച്ച ഒരു കൗൺസിലർ അദ്ദേഹത്തെ അങ്ങനെയൊക്കെ വഴങ്ങുന്ന ആളാണെന്ന് അങ്ങനെ പറയുന്നത് ദീപകിന് എന്താ സംഭവിച്ചത്? മുമ്പൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു ദീപകിന്. ഇങ്ങനെ കുറച്ചുകൂടെ ഒരാളിനെ അദ്ദേഹം ഇങ്ങനെ വാങ്ങിക്കൊണ്ടൊക്കെ മാറുമെന്ന് അധിക്ഷേപിക്കുന്നത് ശരിയാണോ? അല്ല, അതല്ല പറയേണ്ടത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു കൗൺസിലർ വന്നില്ല, അപേക്ഷ ഒന്നും പറഞ്ഞില്ല, അതെന്തു പറ്റി? അല്ല, അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല. നോക്കിയപ്പോൾ അവിടെ കൈ ഉയർത്തിയവരുടെ എണ്ണിയപ്പോഴേക്കും 50 പേര് കൈ ഉയർത്തിയിരിക്കുന്നു. അത് എല്ലാം വളരെ നമ്മൾ കുറേ കാലം കൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, വ്യത്യസ്ത അഭിപ്രായം ആരുണ്ടെങ്കിൽ നമുക്ക് ഇല്ലല്ലോ. എന്തേ? അത് വളരെ ഭരണത്തിന് വേറെ തടസ്സവും സ്തംഭനമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന്